പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്. 3-4 ഗോളുകൾക്കായിരുന്നു ബാഴ്സ വിജയിച്ചു കയറിയത്. എന്നാൽ ആ വിജയത്തിനിടയിലും ആരാധകരെ നിരാശരാക്കിക്കൊണ്ടാണ് സൂപ്പർ താരമായ ലെവൻഡോസ്കിക്ക് പരിക്ക് പറ്റിയത്. എന്നാൽ താരത്തിന് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നതിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി ഫെബ്രീസിയോ റൊമാനോയായിരുന്നു ആ വാർത്ത സ്ഥിരീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ലെവൻഡോസ്കിയുടെ പരിക്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ പറ്റി ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ നമ്മുടെ ചാനൽ 1Kയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്നാൽ ലെവൻഡോസ്കിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫെബ്രീസിയോ റൊമാനോ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന പ്രകാരം ലെവൻഡോസ്കിക്ക് 3 ആഴ്ച പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കോപ്പ ഡെൽ റേ ഫൈനൽ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും. കോപ്പ ഡെൽ റേ ഫൈനൽ മത്സരം നടക്കുന്നത് ഈ മാസം 26-ാം തീയതിയാണ്. റയൽ മാഡ്രിഡിനെതിരെയാണ് ആ മത്സരം വരുന്നത്. ആ മത്സരം ലെവൻഡോസ്കിക്ക് നഷ്ടമാകും എന്നുള്ളൊരു കാര്യം ഇവിടെ ഫെബ്രീസിയോ റൊമാനോ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഫെബ്രീസിയോ റൊമാനോ പറയുന്ന പ്രകാരം കോപ്പ ഡെൽ റേ ഫൈനൽ മത്സരം എന്തായാലും ലെവൻഡോസ്കിക്ക് നഷ്ടമാകും. കൂടാതെ മെയ് മാസം പകുതിയോടുകൂടി മാത്രമേ ഇനി ലെവൻഡോസ്കി കളിക്കളത്തിലേക്ക് തിരികെ എത്തുകയുള്ളൂ. കാരണം 3 ആഴ്ചത്തെ വിശ്രമം ഇപ്പോൾ താരത്തിന് വേണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫെബ്രീസിയോ റൊമാനോ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.